നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 1201 കർക്കിടക മാസം 2-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 18-ാം തീയതി. ഇന്ന് മന്ദവാരമാകുന്നു, ശനീശ്വരൻ്റെ ദിനമാണ്, ശനിയാഴ്ചയാണ്. പതുക്കെ സഞ്ചരിക്കുന്നു മന്ദവാരം. ഇന്നത്തെ തിഥി വെളുത്ത പക്ഷത്തിലെ നല്ല തിഥിയാണ്, പഞ്ചമി തിഥിയാണ്. ചന്ദ്രൻ ബലവാനായി വരികയാണ്. ഇന്ന് ശനിയാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:15, അസ്തമയം വൈകിട്ട് 6:47. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, കാലത്ത് 9 മുതൽ 10:30 വരെയുള്ള സമയം. ഇന്നത്തെ നക്ഷത്രമാണെങ്കിലോ പൂരം നക്ഷത്രമാണ്. പൂരം മുപ്പൂരത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. മുപ്പൂരം എന്നാൽ പൂരം, പൂരാടം, പുരൂരുട്ടാതി. ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കില്ല. അപ്രകാരമുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. എന്തൊക്കെയാണത്? യമരുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ട. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പിന്നീട് പൂരം, പൂരാടം, പുരൂരുട്ടാതി. ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ വളരെ ശുഭത്വമുള്ള നക്ഷത്രമാണ്. പക്ഷേ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വരാ. വിത്തിടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ്. അതിനാൽ ഇന്നത്തെ ദിനം മറ്റ് ശുഭകാര്യങ്ങൾക്കൊന്നും മുഹൂർത്തങ്ങൾ തരാൻ പാടില്ല. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ഇന്ന് ദേവീക്ഷേത്ര ദർശനം നടത്തണം. നന്നായി ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. എല്ലാം വളരെ അനുകൂലമായി വരട്ടെ. കാരണം പൂരം നക്ഷത്രത്തിൻ്റെ അധിപനാഗ്രഹം ശുക്രനാണ്. അതിനാൽ ദേവീക്ഷേത്ര ദർശനം ശുക്രനെ കൊണ്ടാണ് നാം ദേവിയെ ചിന്തിക്കുക. അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ ഭൃഗുനന്ദന. അന്നപൂർണേശ്വരി, യക്ഷി, ലക്ഷ്മി ഇതൊക്കെ ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നു. അതിനാൽ ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്ത് ഇന്നത്തെ ദിനത്തെ വിളക്കുമാല, പായസം വഴിപാടുകൾ ചെയ്യുക. അപ്രകാരം ഇന്ന് ശനിയാഴ്ചയാണ്. നിങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് നെയ്വിളക്ക് സമർപ്പിക്കാം. ഹനുമാൻ സ്വാമിക്കാകാം, അല്ലെങ്കിൽ ശാസ്താവിനാകാം, അയ്യപ്പനാകാം, അല്ലെങ്കിൽ പറശ്ശിനിക്കടവ് സാക്ഷാൽ മുത്തപ്പനുമാകാം. ഇപ്രകാരം ഇന്നത്തെ ദിനത്തെ വലിയ ശുഭകാര്യങ്ങൾക്ക് സമയം കണ്ടെത്താതെ ദോഷങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് മുന്നോട്ട് നീങ്ങുക. ഇന്ന് നിർബന്ധമായ വല്ല മുഹൂർത്തവും വേണമെങ്കിൽ, ഒഴിച്ചുകൂടാൻ പറ്റാത്തത് മുഹൂർത്തം വേണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 12:15 മുതൽ 1:15 വരെയുള്ള സമയം അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ മാത്രം, കാരണം നല്ല മുഹൂർത്തവും നല്ല കാലഹര്യവുമാണ് ഞാൻ ഇവിടെ മുഹൂർത്തമായി ദിവസവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകുന്നത്. നന്ദി, നമസ്തേ.